ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കളങ്കാവിൽ എന്ന് പറയുന്ന മമ്മൂക്കാൻ്റെ പുതിയ പടത്തെ പറ്റിയാണ്. പടം ഞാൻ രാവിലെ പോയി കണ്ടിരുന്നു. റിവ്യൂവർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ അത്ര വലിയൊരു റിവ്യൂവർ ഒന്നുമല്ല. ഞാൻ സാധാരണ പ്രേക്ഷകൻ മാത്രമാണ്. പടം കണ്ടു, എനിക്ക് ആ പടത്തിൽ നിന്ന് എന്ത് കൺസീവ് ചെയ്യാൻ പറ്റി, എനിക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നാണ് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പക്ഷേ പടം കാണുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഫീലിംഗ് ആയിരിക്കാം. അപ്പം അത് ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ എനിക്ക് എന്ത് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ചുറ്റും ഞാൻ ഒരു പടം കാണാൻ പോകുമ്പോൾ എൻ്റെ അപ്പുറം അപ്പുറം ഇരിക്കുന്നവരെയും കൂടി ഒന്ന് ശ്രദ്ധിക്കും. കാര്യം ഒരു പടം കാണുമ്പോൾ ഇപ്പം നമ്മൾ കൈയടിക്കുമ്പോൾ എല്ലാവരും കൈയടിക്കുമ്പോൾ അതൊരു എന്താ പറയുക, ആ സിനിമ എല്ലാവരിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നാണല്ലോ അതിന് ഒരു നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ സങ്കടം വരുന്നതും അല്ലെങ്കിൽ ചിരിക്കുന്നതാണെങ്കിലും എല്ലാം അത് ആ പടം എങ്ങനെ പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ പടം എല്ലാവരിലേക്കും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നല്ലേ അർത്ഥം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. എൻ്റേതും എൻ്റെ ചുറ്റും ഇരിക്കുന്നവരെയും കൂടിയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പടം ഞാൻ രാവിലെ കണ്ടത്, റിവ്യൂ ഇടുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, അതിന് സോറി ഫോർ ദാറ്റ്. പിന്നെ പടം മമ്മൂക്ക പറഞ്ഞാൽ മമ്മൂക്ക വില്ലനും വിനായകൻ ഹീറോ ആണെന്നാണ് പറയുന്നത്. പക്ഷേ പടം നമ്മൾ കണ്ടിറങ്ങുമ്പോൾ മമ്മൂക്ക ഹീറോ എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ ത്രൂ ഔട്ട് ആ മൂവി ഡ്രൈവ് ചെയ്യുന്നത് മമ്മൂക്കയും, വിനായകൻ കുറച്ചും കൂടി സൈഡ് ലൈൻഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഒരു മൂവിയുടെ പ്ലോട്ട് എന്ന് പറയുന്നതും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ജിതിൻ കെ ജോസ്, അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടറും റൈറ്ററും സ്ക്രീൻ പ്ലേ ഒക്കെ അദ്ദേഹമാണ്. മുജീബ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ മ്യൂസിക്. പിന്നെ ഫൈസൽ അലിയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പിന്നെ കോ റൈറ്റർ ജിഷ്ണു ശ്രീകുമാർ, ഇവരൊക്കെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ പിന്നെ മമ്മൂട്ടി കമ്പനിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ആക്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ മമ്മൂക്ക മെയിൻ റോൾ ചെയ്യുന്നു, പിന്നെ വിനായകൻ, പിന്നെ നമ്മുടെ ജിബിൻ ഗോപിനാഥ്, അദ്ദേഹം ഇൻ റിയൽ ലൈഫ് ഒരു പോലീസുകാരനാണ്. അപ്പോൾ ഇതിലൊരു പോലീസുകാരനായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. പിന്നെ കുഞ്ചൻ ഒരു ചെറിയ റോള്. ഇത്രയാണ് പിന്നെ ഒരു ആക്ടറും കൂടി ഉണ്ട്, ഈ ഷാജി കൈലാസിന്റെ മൂവിയിലൊക്കെ സ്ഥിരം വരുന്നൊരു പോലീസുകാരൻ, കുറച്ച് നല്ല ബിൽഡൊക്കെ ഉള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ഉണ്ട് ഈ പടത്തിനകത്ത്. വേറെ ആരും അത്ര അധികം ഇല്ല. ഇത്രയൊക്കെയാണ് മെയിൽ ക്യാരക്ടേഴ്സ്. ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് വരാവുന്നത് ഒന്ന് രജിഷ വിജയൻ, പിന്നെ ശ്രുതി, മാളവിക, ഇവരൊക്കെയാണ്. പിന്നെ ഒരുപാട് ന്യൂ ഫേസസും വന്നു പോയിട്ടുണ്ട്. ആരെങ്കിലും പേരോ അല്ലെങ്കിൽ അവർ വേറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ന്യൂ ഫേസസ് എന്ന് പറയുന്നു. അത്രയും പേരാണ് ഈ പടത്തിന്റെ ആക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പടത്തിലേക്ക് വരാം. ഇതൊരു റിയൽ സ്റ്റോറി, അതായത് കർണാടകത്തിൽ നടന്നിട്ടുള്ള ഒരു സീരിയൽ കില്ലിംഗ് ബേസ് ചെയ്തിട്ടാണ് ഈ മൂവി അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഒരു ബേസ് സ്റ്റോറി, അതായത് മുഴുവൻ അതാണെന്നല്ല, അതാണ് ഒരു 70 to 80% അതിൽ ആ കഥയിൽ വന്നിട്ടുള്ള റിയൽ ഇൻസിഡൻസ് ആണ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, തുടക്കം മുതൽ അവസാനം വരെ. അല്ലെങ്കിൽ അതിനിടയ്ക്ക് മൂവിക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് ചേരുവകളൊക്കെ ഡയറക്ടർ ചെയ്തതായിട്ടുള്ള ഭാഗത്തുനിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ മൂവി ആ റിയൽ ഇൻസിഡൻറ്റിനെ ഒരുപാട് ഹോൾഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് തന്നെ ബേസ് ചെയ്തിട്ടാണ് ഈ മൂവി തുടക്കം മുതൽ അവസാനം വരെ പോകുന്നത്. ഇതൊരു സീരിയൽ കില്ലറുടെ സ്റ്റോറിയാണ്. അത് ആരാണ്, എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കർണാടകത്തിലെ ആ സ്റ്റോറി എന്താണ് ഞാൻ ഇവിടെ പറയുന്നില്ല, കാര്യം ഇപ്പോൾ സ്പോയിലറായി പോണ്ട, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. സീരിയൽ കില്ലറായിട്ട് അഭിനയിക്കുന്ന മമ്മൂക്കയും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് വിനായകൻ്റെ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസാണ്, നൊത്ത് എന്നാണ് മൂപ്പരെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ട് വരുന്നത് ജിബിനുമാണ്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ വിനായകന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. മമ്മൂക്ക തന്നെ നിറഞ്ഞാടുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി 50-50 റേഞ്ചിലൊക്കെ പോയിട്ടുണ്ട്. പടത്തിൻ്റെ തുടക്കം തന്നെ ഒരു കൊലപാതകം കാണിക്കുന്നു. ആ കൊലപാതകം കഴിഞ്ഞിട്ട് മൂവിയുടെ നെയിം എഴുതി കാണിക്കുന്നു. നേരെ വിനായകൻ വരുന്നു. പിന്നെ അവിടുന്ന് അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ പ്രോഗ്രസ്. അങ്ങനെയാണ് അതിൻ്റെ ഇടയിലായിട്ട് ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ എന്താ പറയുന്ന ഒരു ക്യാറ്റ് ആൻഡ് മൗസ് എന്ന് പറയുന്ന പോലെ ഒരു കൊലപാതകം ഒരു സൈഡ് നടക്കുന്നു. അതിനെ ഇൻവെസ്റ്റിഗേഷനായിട്ട് വിനായകൻ അന്വേഷിക്കുന്നു. അതാണ് ഒരു പാരലായിട്ട് പോകുന്ന ഒരു രീതിയിലാണ് പടം ചെയ്തിരിക്കുന്നത്. പടത്തിൽ മമ്മൂക്ക നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഈ സൂപ്പർ സ്റ്റാർസിൽ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് റോൾ ചെയ്യുന്ന ഒരേ ഒരാൾ മമ്മൂക്കയാണ്. ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ മോഹൻലാലിൻ്റെ ആണെങ്കിലോ, അല്ലെങ്കിൽ ജയറാമോ, സുരേഷ് ഗോപിയോ, ദിലീപോ, അല്ലെങ്കിൽ ഇന്ന് ഉള്ള പൃഥ്വിരാജോ, അല്ലെങ്കിൽ മറ്റുള്ള
എന്താ പറയുക, ലീഡ് ആക്ടേഴ്സ് ഒന്നും ഒരുപാട് നെഗറ്റീവ് റോൾസ് എടുത്ത് കൈവയ്ക്കാൻ ശ്രമിക്കാറില്ല. അതെന്താണെന്ന് എനിക്കും അറിയില്ല. പക്ഷേ മമ്മൂക്ക എത്രയോ ചെയ്തിട്ടുണ്ട്. പണ്ട് വിധേയൻ മുതൽ, പിന്നെ പാതിരാ കൊലപാതകം, പിന്നെ ലാസ്റ്റ് വന്ന ഭ്രമയുഗം, ഇപ്പോൾ ഇത്. അദ്ദേഹത്തിന് ആ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരു മടിയില്ല. അത് വളരെ ഭംഗിയായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കാറുണ്ട്. ഈ പടത്തിലും ഒരു സീരിയൽ കില്ലറുടെ മുഖഭാവങ്ങളും ഒരു എക്സ്പ്രഷൻസും, അല്ലെങ്കിൽ ഒരാളെ കൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്റ്റസി, നമ്മളുടെ അഞ്ചാം പാതിരയിൽ ഇന്ദ്രൻസ് പറയുന്ന പോലെ തലയോട്ടി അടിച്ച് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ സാറേ എന്ന് പറയുന്ന പോലെ, ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ആ ക്യാരക്ടറിലൂടെ നമുക്ക് വളരെയധികം നമ്മളിലേക്ക് കൺവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കടെ അഭിനയത്തെ പറ്റി നമ്മൾ പറയണ്ട, പക്ഷേ ആ ക്യാരക്ടറിൽ നമുക്ക് മമ്മൂക്കേനെ നമുക്ക് ഇഷ്ടമാണെങ്കിലും തുടക്കം മുതൽ അവസാനമാകുമ്പോൾ ഇയാളെ എങ്ങോട്ടെങ്കിലും അത് പിടിക്കപ്പെടണം എന്നുള്ളൊരു ഫീൽ നമുക്ക് വരുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഇപ്പുറത്ത് വിനായകന് അധികം സ്ക്രീൻ സ്പേസ് ഫസ്റ്റ് ഹാഫിൽ ഇല്ല. വിനായകൻ വരുന്നു, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പുട്ടിൽ പീരിടുന്ന പോലെ വിനായകനും ജിബിനും വരുന്നു, കുറച്ച് എന്താ പറയുന്നത് വന്നു പോകുന്നു, കുറച്ച് ഡയലോഗ് ഡെലിവറി പോകുന്നു, ഇത്രേ ഉള്ളൂ. സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻ, ഒരു പാരലൽ കുറച്ചും കൂടി നന്നായിട്ട് പോയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ ഈ മൊത്തം മൂവിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ഇത് ഒരുപാട് ഡ്രാഗ് ചെയ്തു, വല്ലാണ്ട് ഡ്രാഗ് ചെയ്ത് പോയ പോലെ എനിക്ക് തോന്നി. അത് കുറച്ചും കൂടി ഒന്ന് കട്ട് ഷോട്ട് ചെയ്തിരുന്നെങ്കിൽ മൂവി നന്നായിരുന്നു, കുറച്ചും കൂടി ആൾക്കാർക്ക് ആസ്വാദ്യകരമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ പടത്തിനകത്ത് ഇപ്പുറത്ത് മുക്കയുടെ ഒപ്പം പോകുന്ന വിനായകൻ മീഡിയയിലൊക്കെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് സംവിധായകൻ്റെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, ആ ക്യാരക്ടറിൻ്റെ ഒരു മീറ്റർ ഉണ്ട്, അതിൽ പിടിച്ച് തന്നെ പോകണം, അല്ലാണ്ട് കയ്യിൽ നിന്നിട്ട് അഭിനയിക്കരുത് എന്നുള്ളൊരു ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം മീഡിയാസിലൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം വളരെ നല്ലൊരു ആക്ടറാണ്. പക്ഷേ പടത്തിൽ എന്താ പറയുന്ന ഒരു ബ്രാക്കറ്റിനകത്ത് ഒരു ആക്ടർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ ഒരു ക്യാരക്ടറിലേക്ക് എന്താ പറയുക ഫോക്കസ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ മോഹൻലാൽ പറയുന്ന പോലെ അക്ലമൈറ്റൈസ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കത് ഭയങ്കര നാച്ചുറാലിറ്റി കിട്ടിയില്ല, കുറേ കൂടി ഒരു ആർട്ടിഫിഷ്യലായിട്ട് എന്തോ ആ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ നമ്മളൊരു ഇത് കൊള്ളാത്ത ഷർട്ട് വലിച്ചു കയറ്റി എങ്ങനെ ഇരിക്കും. അദ്ദേഹത്തിന് കൊള്ളാത്തതല്ല, അദ്ദേഹം നല്ലൊരു ആക്ടറാണ്, അദ്ദേഹത്തിന് തീർച്ചയായും പറ്റുന്നൊരു ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനെ കൊള്ളാത്ത ഷർട്ടിലേക്ക് വലിച്ചു കയറ്റി എങ്ങനെ ഇരിക്കും, എന്നിട്ട് ആ ഷർട്ട് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം എനിക്ക് തോന്നി. അത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക നടത്തത്തിലാണെങ്കിലും ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും ത്രൂ ഔട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മുന്നേ പോലീസ് വേഷം ചെയ്തിട്ടുള്ള ഒരുത്തി വളരെ ഭംഗിയായിട്ടാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതിലെ ചില ഡയലോഗ്സ് ഒക്കെ ഇപ്പോഴും നമുക്ക് റീൽസും ഷോർട്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇപ്പോഴും ഇരുന്ന് കാണുന്നതാണ്, വളരെ ആസ്വദിക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പഞ്ച് ഡയലോഗ്സ് ഒന്നും അദ്ദേഹത്തിനില്ല. ഈവൻ ആക്ടിങ് സ്റ്റൈലിൽ പോലും നമുക്ക് പലപ്പോഴും അദ്ദേഹം ലിമിറ്റഡ് ആയി പോകുന്നു നമുക്ക് തോന്നിപ്പോകും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ്ങിൽ ജിബിനെ പ്രത്യേകിച്ച്, ജിബിനെ ഓൾറെഡി അദ്ദേഹം ലൈഫിലൊരു പോലീസുകാരനാണ്, അപ്പോൾ അദ്ദേഹത്തിന് ക്യാരക്ടർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. അദ്ദേഹം ആ ക്യാരക്ടറിൽ നല്ല രീതിയിൽ ജീവിച്ചു പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചു. അദ്ദേഹം നല്ലൊരു നാച്ചുറൽ ആക്ടറാണ്. ഇതിന് മുന്നേ നമ്മുടെ പ്രണവിൻ്റെ മൂവിയിൽ അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്കുള്ള ഒരു സ്പേസ് ഇതിനകത്തില്ല. പക്ഷേ വിനായകൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ജിബിനും ഉണ്ട്. പിന്നെ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു ത്രില്ലർ മൂവിയാണ്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവി എന്ന് നമുക്ക് പറയാമെന്നുണ്ടെങ്കിലും അത്രയൊന്നും ഒരു കാര്യം നമുക്ക് ഈ പടം തുടങ്ങുമ്പോൾ തന്നെ അറിയാം ആര് കൊല്ലുന്നു, ആരന്വേഷിക്കുന്നു, നമുക്കറിയാം വില്ലൻ ആരാ, ഹീറോ ആരാ, അല്ലെങ്കിൽ എന്താണ് കഥയുടെ തുടക്കം എന്തായിരിക്കും, എന്തായിരിക്കും നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് നമ്മളെ പിടിച്ചിരുത്തുന്ന കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നമ്മൾ പ്രതീക്ഷിക്കും. അത്ര നമുക്ക് ഇല്ല എന്ന് പറയാം. അത്ര നമ്മളെ ഹോൾഡ് ചെയ്യുന്നൊരു അത്ര കഥയിൽ അത്രയും ഒരു മൊമെന്റ്സ് കൊണ്ടുവരാൻ സംവിധായകന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നല്ലൊരു ഷോട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഇൻ്റർവെൽ ഒരു പഞ്ചുണ്ട്. ഇൻ്റർവെൽ പഞ്ച് എന്ന് പറയുന്നത് വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഒരു സീനുണ്ട്. അത് നല്ല രീതിയിൽ നമ്മളെ ആസ്വദിപ്പിക്കും. പക്ഷെ നമുക്ക് അറിയാൻ പടം എന്താണെന്ന്, പക്ഷെ ആ ഒരു ഷോട്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സീരിയസ് ആയിട്ട് സെക്കൻഡ് ഹാഫിലാണ് ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് പോകുന്നത്. ക്ലൈമാക്സ് വരെ ഞാൻ പറഞ്ഞ പോലെ ആ ട്രൂ സ്റ്റോറി ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ആ വില്ലനെ അല്ലെങ്കിൽ ആ റിയൽ കില്ലറെ എങ്ങനെയാണോ കർണാടകത്തിൽ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവർക്ക് എന്തൊക്കെ ത്രെഡാണ് കിട്ടിയത് അതുപോലെ ഇതിനകത്തേക്ക് അവർ കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മൂവി ആകുമ്പോൾ കുറച്ച് അതിൻ്റേതായിട്ടുള്ള ആഡ് ഓൺ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ക്യാരക്ടറിലേക്ക് ഒരു എൻഡൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ
ഈ പടത്തിൽ ഈ പറഞ്ഞ പോലെ വളരെയധികം ഡ്രാഗ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമായിരുന്നു. ഇതിനകത്ത് നമ്മളെ പിടിച്ചു നിർത്തുന്ന കുറച്ച് ക്യാരക്ടേഴ്സ്, പോസിറ്റീവ്സും നെഗറ്റീവ്സും വെച്ച് നമുക്ക് ഈ റിവ്യൂടെ ഹോൾഡ് ചെയ്യാം, ഇവിടെ നിർത്താം. പോസിറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എല്ലാവരുടെയും ആക്ടിങ് വളരെ ഭംഗിയായിട്ടുണ്ട്. ആ ക്യാരക്ടറിന് മമ്മൂക്ക വളരെ കാലത്തിന് ശേഷം കണ്ടു, ഞാൻ ആസ്വദിച്ചു. അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ വിനായകന് ലിമിറ്റഡ് ആയിരുന്നെങ്കിൽ അദ്ദേഹം കുഴപ്പമില്ലാണ്ട് സെറ്റിൽ ചെയ്ത ക്യാരക്ടർ ചെയ്തു പോയിട്ടുണ്ട്. ജിബിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളിൽ രജിഷയ്ക്കാണ് കുറച്ചെങ്കിലും ഉള്ളത്. ബാക്കി എല്ലാവരും ശ്രുതിയാണെങ്കിലും മാളവികയാണെങ്കിലും മറ്റുള്ളവർക്കൊക്കെ വളരെ ചുരുങ്ങിയ നേരത്തേക്കുള്ള ഒരു അഭിനയ ഇതേ ഉള്ളൂ. കുഞ്ചനാണെങ്കിലും എനിക്ക് തോന്നുന്നു മാക്സിമം 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ ആ ക്യാരക്ടേഴ്സിൽ മമ്മൂക്കയുടെ അഭിനയം എടുത്തു പറയണം, അതാണ് ഒരു പോസിറ്റീവ്. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി ഭംഗിയായിട്ടുണ്ട്. ആരാണ് സിനിമാറ്റോഗ്രാഫി എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ മറന്നുപോയി പേര്. ഫൈസൽ അലി. ആ ഷോർട്സ് ഒക്കെ വെച്ചിരിക്കുന്ന നല്ല കളർ ടോണൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. മമ്മൂക്ക നിൽക്കുന്ന ഒരു വീട്ടിനകത്ത് ഇങ്ങനെ ഒരു ലാമ്പിൻ്റെ വെട്ടത്തിൽ മമ്മൂക്ക ഇരിക്കുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്, ഒരു ഫുൾ സ്ക്രീൻ ഷോട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ഗ്രാമ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു മൗണ്ടെയിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ. അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു ബീച്ച് ഏരിയ, ഇതൊക്കെ നല്ല സിനിമാറ്റോഗ്രാഫി നല്ല അടിപൊളിയായിട്ടുണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, പലപ്പോഴും നമ്മളൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ത്രില്ലർ കാണുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി പിന്നിലേക്ക് ഇരിക്കും. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇത് എന്തായാലും തീരാത്തെന്നുള്ള പോലെ ഇങ്ങനെ പിന്നിലേക്ക് പോകുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എന്നാലും നമ്മളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നൊരു ഘടകം മ്യൂസിക്കാണ്. മ്യൂസിക് മുജീബ് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിൻ്റെ കഥ കുറച്ചും കൂടി വെട്ടി ചെറുതാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. പിന്നെ ഒരു മൂവി, ഇങ്ങനത്തെ ഒരു മൂവി ചെയ്യുമ്പോൾ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് റേസ് പോലെ ചെയ്യുകയാണെങ്കിൽ ഒരു 50-50 ലൈനിൽ മൂവി ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായിരുന്നു. ഇത് കൂടുതലും മമ്മൂക്ക എന്ന് പറയുന്നൊരു ക്യാരക്ടറിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു പോയ പോലെ തോന്നി. വിനായകനെ ഒരു ഒതുക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വിനായകൻ്റെതായിട്ടുള്ളൊരു പഞ്ച് ഡയലോഗോ ഒരു മെമ്മറബിൾ മൊമെൻറ്റ്സ് ഒന്നും ഈ പടത്തിലില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. ഓൾ ടുഗെദർ ഒരു ഔട്ട് ഓഫ് 5 ഒരു 2-2.5 മാർക്സ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് പടം കണ്ടു നോക്കും, നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻ താഴെ ആഡ് ചെയ്യും. പിന്നെ ഇത് എൻ്റെ ഫസ്റ്റ് റിവ്യൂ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് വലിയൊരു റിവ്യൂ, ഞാൻ റിവ്യൂവർ ഒന്നുമല്ല, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. പിന്നെ ഈ ചാനലിൽ നമ്മൾ പല കാര്യങ്ങളും, ഇപ്പോൾ മൂവി റിവ്യൂ മാത്രമല്ല, നമ്മുടെ തദ്ദേശീയമായി നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് സമകാലിക വിഷയങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനലിൻ്റെ കൂടെ നിന്ന് കൂടി ഒന്ന് എന്താ പറയുന്നത്, സബ്സ്ക്രൈബും അത് ലൈക്കും ഒക്കെ നടിച്ച്, പിന്നെ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയനാണ് ഞാൻ ഒരുപാട് വില കൊടുക്കുന്ന കാര്യം. അതിനനുസരിച്ച് വേണം എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ, അതും അതിനകത്ത് ആഡ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.